ഹേ ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി ഇതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ വെച്ച് ചെമ്മീൻ ബിരിയാണിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കാം. ആദ്യം ഇതുപോലത്തെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 1/2 കിലോളം റൈസ് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ചൂടായി വന്നതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറിലേക്കെല്ലാം ഇട്ട് കൊടുക്കുന്ന സ്പൈസസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നെയ്യും ഓയിലൊക്കെ മിക്സ് ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം, പച്ചമുളകും കൂടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 മീഡിയം സൈസുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി 2 പച്ചമുളക് നീളത്തിൽ കീറിയിടുക. പച്ചമുളകൊക്കെ ഇങ്ങനെ തന്നെ ഇടുമ്പോഴേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. പേസ്റ്റ് ഇടുന്നേക്കാളും ഇങ്ങനെ തന്നെ ഇടാൻ നോക്കാം. ഇനി ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണ്. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വെച്ച ചെമ്മീൻ്റെ പകുതി അതിലോട്ട് ഇട്ട് കൊടുക്കുക. പകുതി നമുക്ക് വേറെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി അവസാനമാണ് ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേസമയം ഈ അരിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഉള്ളിയൊക്കെ നല്ല വാടി വന്നതിന് ശേഷം അതിലോട്ട് അരി വേവാനുള്ള അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് റൈസാണോ എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള വേവാനുള്ള വെള്ളം എടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതേസമയം ഉപ്പൊക്കെ ചെക്കാക്കി നോക്കുക. അതിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി റൈസൊക്കെ വിട്ട് വരാനായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ റൈസൊക്കെ നല്ല വിട്ട് കിട്ടും. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. ഫ്ലെയിമും കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് അതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കറിൻ്റെ അടപ്പിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ചാണ് വിസിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ 2 വിസിലായിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ചോറൊക്കെ ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ചെമ്മീനൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബിരിയാണിയുടെ റെസിപ്പിയാണ്.
നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.